നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓ മിസ് കേരള, പിന്നെ പ്രസവിക്കാൻ പാടില്ല, സൗന്ദര്യം പോവും, കേട്ടും സഹിച്ച് ഞാൻ മടുത്തു അവളുടെ ഒരു മിസ് കേരള പട്ടം. ഓ അല്ലെങ്കിൽ ഇനി ഞാൻ കൂടി പ്രസവിക്കുന്നത് എന്തിനാ? അരുണിപ്പോ ഫ്രീ ആയിട്ടൊരു മോളുണ്ടല്ലോ, ശ്രീകുട്ടി. ഒളിഞ്ഞും പതുങ്ങിയും ഇനി അവളെ കൊഞ്ചിക്കുകയും ലാളിക്കുകയൊന്നും വേണ്ട. ഏറ്റെടുത്തോ, സ്വന്തം മോളായിട്ട് തന്നെ ഏറ്റെടുത്തോ. അപ്പൊ പ്രശ്നം തീരുമല്ലോ. കണ്ടോ, അത് പറഞ്ഞപ്പോ വീര്യല്ലേ എവിടെ പോയി? ഇപ്പൊ വെറും പാവത്താനെ പോലെ നിൽക്കുന്ന കണ്ടില്ലേ? ആ കുട്ടി അരുണിന്റെ ആരാ? ആദ്യം അതറിയട്ടെ. ഐശ്വര്യം, തമ്മിലിങ്ങനെ വഴക്ക് കൂടാൻ ഇത് വീടല്ല, ഓർമ്മ വേണം. ഇത്രയും സമയം എന്നെ വഴക്ക് പറഞ്ഞപ്പോ അരുൺ അതൊന്നും ഓർത്തില്ലല്ലോ. എനിക്കിപ്പൊ ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടണം. ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, മറുപടി പറ. പറയാൻ ഐശ്വര്യം, ഇത് വീടല്ല, പബ്ലിക് പ്ലേസ് ആണ്. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നാണക്കേടാ. എനിക്ക് ഒരു നാണക്കേടും ഇല്ല. എനിക്ക് സത്യം അറിയണം. ആളുകൾ ഇടപെടട്ടെ. അവരുടെ മുന്നിൽ വെച്ച് അരുണിനെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. ആ ശ്രീകുട്ടി ആരാ? പറയില്ല അല്ലേ? ഞാനിപ്പോ കാണിച്ചു തരാം. ഞാനിപ്പോ പോവും. ഇനി തമ്മിൽ കാണില്ല. ഞാൻ പോവാ. തിരിച്ചു വിളിക്കുന്നില്ലല്ലോ. എന്നാ എനിക്കും വാശിയുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കില്ല. എന്നെ തേടി അരുൺ കുറെ ആലേ. ഐശ്വര്യയുടെ വാശി. അരുൺ, അഭിരാമി, എന്താ ഒരു ആലോചന അരുൺ? അല്ല, ജാസ്മിൻ പലതവണയായിട്ട് എന്നെ വിളിച്ചിരുന്നു. ഇവൾക്കിപ്പോ കുറച്ച് കഷ്ടകാലം എന്നാ പറയുന്നത്. ജീവിക്കാൻ വേറെ മാർഗമില്ല, ഒരു ജോലി വേണം. അപ്പോ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാനാ. അല്ല,
വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, ജോലിക്കാര്യം ഞാനല്ല തീരുമാനിക്കുന്നത്, അതിനുള്ള അധികാരം എൻ്റെ വൈഫിനാണെന്ന്. ഓഫീസിൽ എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഫുൾ പവറും ഐശ്വര്യക്ക് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോ ഇവിടെ വെച്ച് യാദൃശ്ചികമായിട്ട് കണ്ടതാ. അപ്പോഴും ഞാൻ ജാസ്മിനോട് അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നേ. അതെയോ? അല്ല, ഐശ്വര്യ എവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞല്ലോ, പോയോ? ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നു? അത് എനിക്ക് അത്യാവശ്യമായിട്ട് ചിലത് വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ ആ ഷോപ്പിൽ നിന്ന് പോയതാ. ഐശ്വര്യ മാഡത്തിനോട് നേരിട്ട് തന്നെ ജാസ്മിൻ ചോദിക്ക്. അല്ലാതെ അവിടെ ജോലി തരാനൊന്നും എനിക്കൊരു അധികാരമില്ല. എനിക്കെന്നല്ല, എന്റെ ഏട്ടനോ അമ്മയ്ക്കോ പോലും അതിനുള്ള അവകാശമില്ല. ഫുൾ പവറും ഈ മാഡത്തിനാ. മാഡം എന്നെ ഒന്ന് സഹായിക്കണം. പിന്നെ എന്റെ വൈഫായതുകൊണ്ട് പോയിട്ട് പറയുന്നതല്ല. ഐശ്വര്യ നല്ല മനസാക്ഷിയുള്ള ആളാ. പിന്നെ ഇതുപോലുള്ള കഷ്ടതകൾ കണ്ട അപ്പൊ മനസ്സലി, അതെനിക്ക് ഉറപ്പാ, അല്ലേ? മാഡം കരുണ കാണിക്കണം. ഓക്കെ, ഇത്ര താഴ്മയായിട്ട് പറഞ്ഞതല്ലേ, നമുക്ക് നോക്കാം. പക്ഷേ അടങ്ങി ഒതുങ്ങി നിന്നോണം. മാഡം പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞോളാം. അങ്ങനെ നിന്ന് നിനക്ക് കൊള്ളാം. പിന്നെ കമ്പനിയിൽ ജോലി തരണമെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കുണ്ടോന്ന് അറിയണം. അതൊക്കെ ഉണ്ട്. അരുണിനോട് ചോദിച്ചില്ല. ഇത് ഒഫീഷ്യൽ കാര്യമാണ്, ഞാൻ ഡീൽ ചെയ്യും. അത് നിന്റെ വിദ്യാഭ്യാസ യോഗ്യത, അത് കേക്കട്ടെ. ഞാൻ ബികോം പാസ്സായതാ. ഓക്കെ, വിവാഹിതയാണോ? ആ, ഒരു മോളുണ്ട്. അപ്പൊ ഹസ്ബൻഡോ? എന്താ ഹസ്ബൻഡ് എവിടെ? എന്താ ഒന്നും പറയാത്തെ? ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? ശരി, പറയാൻ പ്രയാസമാണെങ്കിൽ പറയണ്ട. നിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഓക്കെ, അപ്പൊ കുഞ്ഞു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.